ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ, ഖദീജ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് അനുവദിച്ച നഷ്ടപരിഹാര തുക ഭൂ ഉടമകൾക്ക് ഉടൻ വിതരണം ചെയ്യുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. സർക്കാർ അനുവദിച്ച തുക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയെ നേരിൽ കണ്ട ബൈപ്പാസ് കൂട്ടായ്മയ്ക്കാണ് മന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് 227.18 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും ബൈപ്പാസ് നിർമ്മാണത്തിനുമായാണ് ഭരണാനുമതിയായത്. തുക അനുവദിച്ചിട്ടും വിതരണം ചെയ്യാനുള്ള തടസ്സം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബൈപ്പാസ് കൂട്ടായ്മ മന്ത്രിയെ നേരിൽ കണ്ടത്. നഷ്ടപരിഹാര തുക ആദ്യം വിതരണം ചെയ്യുമെന്നും തുടർന്ന് ബൈപ്പാസ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ TBയിൽ ചേർന്ന കൂടിക്കാഴ്ചയിൽ PV അബ്ദുൽ വഹാബ് MP, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, ബൈപ്പാസ് കൂട്ടായ്മ പ്രതിനിധികളായ KP ഉമ്മർ, ജെയിംസ് മയ്യന്താനി തുടങ്ങിയവരും പങ്കെടുത്തു. ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ബൈപ്പാസിന് പണം അനുവദിച്ച മന്ത്രിയെ ബൈപ്പാസ് കൂട്ടായ്മ ഉപഹാരം നൽകി അഭിനന്ദിച്ചു. LDF മണ്ഡലം കമ്മിറ്റിയും മന്ത്രിക്ക് ഉപഹാരം നൽകി. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പദ്ധതിക്ക് നടപടി തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ടായി. 1998 വിജ്ഞാപനമിറങ്ങിയ ഈ പദ്ധതി ദീർഘകാലമായി നടപ്പാകാതെ കിടക്കുകയായിരുന്നു. 2023 ഓഗസ്റ്റിലാണ് ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ചും മറ്റുമുള്ള ആഘാത പഠന റിപ്പോർട്ട് വന്നത്. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും 2 ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക. പദ്ധതിക്കായി 10.66 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാനപാത 28 ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ ബൈപ്പാസ് സഹായിക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതകളിൽ ഒന്നാണിത്. തമിഴ്നാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ യാത്രയ്ക്കും മറ്റും ഈ പാത കാര്യമായി ഉപയോഗിക്കപ്പെടും. ഈ ലാൻഡ് എടുക്കുന്നതല്ല, റോഡിന്റെ മൊത്തത്തിലാണല്ലോ കമ്പലൻസീവ. ആ ASന്റെ ഓരോ ഘട്ടമായിട്ട് നേരത്തെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ആകെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള AS ആണ് ഇപ്പോൾ കൊടുത്തത്. അതിൻ്റെ ഒരു ഭാഗം ഈ ഭൂമി പോകുന്നതിന് പണം കൊടുക്കാൻ തന്നെയാണ്. അത് ആദ്യം തന്നെ കൊടുക്കുക. കാരണം അതിൻ്റെ നടപടിക്രമമായാൽ അധികം നീട്ടാതെ തന്നെ പണം കൊടുക്കുന്നതാണ് സർക്കാരിന് നല്ലത്. സർക്കാരിന് ഈ പണം കണ്ടെത്തണം, പക്ഷെ അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം പണം അതിന് കൊടുക്കുക, പിന്നെ റോഡും ഡിസൈനും ബാക്കി കാര്യങ്ങളെല്ലാം വരണം. അപ്പോൾ അതിന് നടപടിക്രമം അനുസരിച്ചിട്ട് എടുക്കാൻ തന്നെയാണ്. ഈ നടപടിക്രമം PWDയും റവന്യൂവും എല്ലാം ചേർന്നിട്ടാണ്. ധനകാര്യ വകുപ്പ് ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.